ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് കട്ടപ്പണി എന്ന് വെച്ചാൽ കട്ടപ്പണിയുടെ ബ്ലോഗാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ മാത്രമേ നേരത്തെ വന്നത്. അപ്പം ഞാൻ വെച്ചിട്ട് ലേറ്റായിട്ടാണ് വന്നത്. ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞൊരു 9-10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അതിനു മുമ്പ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തായിരുന്നു. കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി. പിന്നെ ചോറ് അരിയിട്ട് ചോറൊക്കെ വെന്ത് വന്നേക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ പയർ കറിയായിരുന്നു വെച്ചിരുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വരാറായപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർത്ത്. പിന്നെ കറി ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പയറൊന്ന് പുഴുങ്ങി റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി വിളിക്കാൻ വേണ്ടി പോയായിരുന്നു. എന്ന് വെച്ചാൽ ലേറ്റായിട്ടാണ് വന്നത്. ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് വന്നത്. അത്ര നേരം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം 2 പേര് ജോലിക്ക് പോകുമ്പം 2 പേരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താലോ വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ളത്. പയറങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് വേണം ബസ് സ്റ്റോപ്പിൽ പോകാനായിട്ട്, കുഞ്ഞാവ് വിളിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി പോകാനുള്ള റെഡിയാവുകയാണ്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. മുളകും പച്ചക്കറികളും പിന്നെ സവോളയൊക്കെ മേടിച്ചായിരുന്നു. സവോള ഇപ്പോൾ ഇല്ലായിരുന്നു, പയറിൽ നമുക്ക് കിട്ടണമെങ്കിൽ സവോളയൊക്കെ വേണം. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറി റെഡിയാക്കാനുള്ള പരിപാടിയാണ്. തട്ടിക്കൂട്ട് പറയാനാണ് ഉപ്പും വെക്കാം. ഉപ്പില്ലല്ലോ അറിയില്ല, ഇച്ചല്ലേ ഇത് നോക്കിപ്പൊന്നു. വെച്ചിട്ട് രക്ഷില്ല, വിശന്ന് കുടല് പെട്ടെന്ന് റെഡിയാണ്. 10 മണി കഴിഞ്ഞില്ല. നമ്മൾ പയറുപോലെ ചോറ് വെച്ചിട്ടുണ്ട്, കുറച്ച് ചോറുണ്ട്, അച്ചാറുണ്ട്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം. അല്ല തികഞ്ഞില്ലെങ്കിൽ ചപ്പാത്തി. ഇന്നത്തെ വൈകിട്ടത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറാണ് ഉണ്ടാക്കിയത്. അപ്പം ഇന്നത്തെ ചോറെന്ന് പറഞ്ഞാൽ ചോറ്, പയർ തോരൻ, അച്ചാറ്, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, പിന്നെ ചെറിയൊരു അച്ചാറ്. ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ അച്ചാറ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പയർ തോരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടില്ല. ആ പയർ തോരൻ ടേസ്റ്റ് ഉണ്ട്. ഇച്ചാൽ ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചോട്ടെ.